പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 56:8. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കടങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും അവിടുന്ന് കാണുന്നുണ്ട് എന്നും സങ്കീർത്തനം പറയുന്നത് പോലെ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. വലിയൊരു ആശ്വാസവും വലിയൊരു സമാശ്വാസവും നൽകുന്ന വചനമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നിടം വരെയുള്ള നമ്മുടെ അലച്ചിലുകൾ നമുക്കറിയാം. പലപ്പോഴും ആ അലച്ചിലുകളെക്കുറിച്ച് നമ്മൾ പരാതി പറയാറുണ്ട്, അല്ലെങ്കിൽ സങ്കടപ്പെടാറുണ്ട്. അത് രണ്ടിനും സാധിക്കുന്നില്ല എങ്കിൽ പലപ്പോഴും നമ്മൾ നിശബ്ദരായി, വളരെ ശാന്തരായി, വ്യസനത്തോടുകൂടി നമ്മൾ ആയിരിക്കാറുണ്ട്. ഈ സമയത്താണ് തമ്പുരാൻ്റെ ഈ വചനം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. സങ്കീർത്തനം 56:8. നമ്മുടെ ഓരോ അലച്ചിലുകളും, നമ്മുടെ ഓരോ പ്രയത്നങ്ങളും, നമ്മുടെ ഓരോ കഷ്ടപ്പാടുകളും, അത് കുടുംബത്തെ പോറ്റാനുള്ളതായിക്കൊള്ളട്ടെ, മക്കളെ പഠിപ്പിക്കാനുള്ളതായിക്കൊള്ളട്ടെ, സ്കൂളിലായിക്കൊള്ളട്ടെ, കോളേജിലായിക്കൊള്ളട്ടെ, ജോലിസ്ഥലത്തായിക്കൊള്ളട്ടെ, വ്യക്തി ജീവിതത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ അലച്ചിലുകളും അവിടുന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനും മനസ്സിലാക്കുന്നവനുമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അലച്ചിലുകളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ അലച്ചിലുകളിൽ ദൈവത്തിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ ഈ അധ്വാനവും കഠിനാധ്വാനവും ഈ ഓട്ടവും നെട്ടോട്ടവും എല്ലാം തമ്പുരാനെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്നാമത് ചോദ്യം അതാണ്. 2, തമ്പുരാന് പരിപൂർണമായി സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് കൂടി സമർപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് അതിന്മേലൊരു അഭിഷേകം, വചനത്തിൻ്റെ അഭിഷേകം, തമ്പുരാന് പ്രത്യേകമായ കരുതൽ നമുക്കുണ്ടാവുക. യെശയ്യാ 56:13 കൂടി നമുക്കിതിനോട് ചേർത്ത് വെച്ച് ധ്യാനിക്കാം. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. വലിയൊരു വീണ്ടും ഒരു ആശ്വാസത്തിൻ്റെ വചനമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ തമ്പുരാൻ നൽകുക. യെശയ്യാ 56:13, ഒരു അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് അമ്മയുടെ ആശ്വാസമാണ്. നമ്മൾ എന്തേരെ സങ്കടപ്പെട്ടിരുന്നാലും, മറ്റാർക്കും നമ്മെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും, നമ്മൾ അത്രമാത്രം മറച്ചു വയ്ക്കാൻ പരിശ്രമിച്ചാലും നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ മുഖം കാണുമ്പോൾ തിരിച്ചറിയാനായി സാധിക്കും. നമ്മുടെ ഹൃദയത്തിലെ ഓരോ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും അമ്മയ്ക്കറിയാൻ സാധിക്കും. അത് മറ്റൊന്നുകൊണ്ടുമല്ല, അമ്മയുടെ ഉദരത്തിൽ വസിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഈ അമ്മയുടെ ഉദരത്തിൽ വെച്ച് രൂപീകൃതപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് അമ്മയ്ക്കത് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. അങ്ങനെയെങ്കിൽ എന്നെയും എൻ്റെ അമ്മയെയും സൃഷ്ടിച്ച ദൈവം തമ്പുരാന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് കരുതാൻ പറ്റും. ഇത് തമ്പുരാൻ പറയാണ്, ഒരമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന്. ഒരമ്മ തരുന്ന ആശ്വാസം നമുക്ക് എത്രമാത്രമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരമ്മ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വരം നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഒരമ്മയെപ്പോലെ ആശ്വസിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അമ്മയുടെ ആശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തമ്പുരാൻ അറിയാം. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് തമ്പുരാൻ അവൻ്റെ ആ സ്നേഹത്തെ, കരുതലിനെ നൽകുക. അതുകൊണ്ട് ഈ ദിവസം, സമയം, ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമ്മുടെ അലച്ചിലുകളെയും നമ്മുടെ അധ്വാനങ്ങളെയും കഠിനാധ്വാനങ്ങളെയും ദൈവമഹത്വത്തിനായിട്ട് ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനാപൂർവം ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റൊരു ചിന്തയുമില്ലാതെ, ലാഭേച്ഛയോ മറ്റൊന്നുമില്ലാതെ നിസ്വാർത്ഥമായിട്ട് വ്യവസ്ഥകളില്ലാതെ നമ്മുടെ ജോലിയെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക.
ശമ്പളം കിട്ടാൻ വേണ്ടിയുള്ള ജോലിയല്ല, കൂലി കിട്ടാൻ വേണ്ടിയുള്ളതല്ല. അത് ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ, വിശ്വസ്തയോടെ, ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും, ആര് നോക്കിയാലും നോക്കിയില്ലെങ്കിലും, ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആര് പ്രോത്സാഹിപ്പിച്ചാലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ആരും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ കർത്തവ്യം, നമ്മുടെ കഠിനാധ്വാനം അതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാനായി നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിയോഗം വയ്ക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തമ്പുരാൻ അറിയുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ ദൈവത്തിന് സ്ഥാനമുണ്ട് എങ്കിൽ നമ്മുടെ നിയോഗങ്ങളിൽ ദൈവവും ഒന്നാം സ്ഥാനം കൊടുക്കും. നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ദൈവത്തിന് ഒന്നാം സ്ഥാനമാണ് എങ്കിൽ നമ്മുടെ ദൈവത്തിന് നമ്മെ സഹായിക്കാതിരിക്കാനോ നമ്മുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 56:13 നാം കാണുന്നത്, നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. തമ്പുരാൻ്റെ വലിയ സാന്നിധ്യം, വലിയ കൃപ, വലിയ അനുഗ്രഹങ്ങളുടെ വലിയൊരു നീണ്ട നിര ഇന്നേ ദിവസം ഈ സമയത്ത് നമ്മൾ ഉണ്ടാവട്ടെ. നമുക്ക് ആരാധനയിലായിരിക്കുമ്പോൾ ഈ 2 വചനങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വലിയ കൃപയാൽ നമ്മൾ നിറയുന്നതിന് കാരണമായി തീരട്ടെ. നമ്മുടെ നിയോഗങ്ങളുടെ മേലല്ല, നമ്മളിന്ന് ചെയ്യുന്ന ഈ നിമിഷം മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ദൈവത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാം. അതാണ് ദിവ്യകാരുണ്യം നമ്മളോട് ആയിരിക്കുമ്പോൾ, സജീവ സാന്നിധ്യമായ ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്. കൂടെ നടക്കുന്നവനാണ്. വ്യസനിച്ച് സങ്കടപ്പെട്ട് നടന്ന എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ച് അപ്പം മുറിച്ചു കൊടുത്ത് അവരുടെ കണ്ണുകളെ തുറന്നവനാണ്. അവിടെ നമ്മുടെ ഈ കഥനഭാരങ്ങളിലും വേദനകളിലും അലച്ചിലുകളിലും നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാനും കൂടി നമ്മളൊന്ന് സമയം കണ്ടെത്തണം. ഓടിയണം, അധ്വാനിക്കണം, കഠിനാധ്വാനം ചെയ്യണം, നിരന്തരമായി പ്രയത്നിക്കണം. ഒപ്പം നമ്മുടെ കൂടെയുള്ള ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ നമ്മുടെ ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുന്നത്, അവൻ നമ്മുടെ കണ്ണുകളെ തുറന്നു തരുന്നത് കൂടി മനസ്സിലാക്കാനും ഗ്രഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് കൂടി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.